മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ തുടർ നീക്കങ്ങൾ സജീവമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL പ്രതിനിധിയെ ED ഇന്ന് ചോദ്യം ചെയ്യും. വീണയുടെ കമ്പനി എക്സാലോജിക്കും CMRLും തമ്മിലെ സാമ്പത്തിക ഇടപാട് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഫിനാൻസ് ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയാണ് ചോദ്യം ചെയ്യാനായി കൊച്ചി ഓഫീസിലേക്ക് വിളിപ്പിച്ചത്. വിനീത VG കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. വിനീത, ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിലെ തുടർ നീക്കങ്ങൾ ED സജീവമാക്കുകയാണ്. എന്താണ് അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ? ഇനി വീണയ്ക്ക് നോട്ടീസ് അയക്കുക എന്നതിലേക്കാണോ കാര്യങ്ങൾ കടക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ആ ഒരു നീക്കത്തിലേക്ക് ഉൾപ്പെടെ തന്നെയാണ് വരും ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോവുക. നമുക്കത് സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ കൂടി തന്നെയാണ് ലഭ്യമാവുന്നത്. അതിന്റെ ആദ്യഘട്ടമെന്ന തരത്തിലുള്ള ചില നടപടികൾ ഇതിനു മുമ്പ് തന്നെ ECR ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത് ED ഈ അന്വേഷണവുമായി മുന്നോട്ട് പോയിരുന്നു. ഇതിന്റെ മറുതലത്തിലേക്ക് എത്തുമ്പോഴാണ് ഇപ്പോൾ CMRLന്റെ ഫിനാൻസ് ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയാണ് ഇന്ന് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇനിയും കൊച്ചിയിലെ ഓഫീസിൽ ഹാജരായിട്ടില്ല. ഇന്ന് രാവിലെയോടുകൂടി ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള ചില രേഖകൾ ഉൾപ്പെടെ ഇന്ന് ഹാജരാകുമ്പോൾ നൽകണമെന്നും ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ ഒരുപക്ഷെ ചിലപ്പോൾ അഭിഭാഷകൻ മുഖേന ആ രേഖകൾ ഹാജരാക്കിയേക്കുമെന്നുള്ള ചില വിവരങ്ങൾ കൂടി നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഈ വിവരങ്ങൾ, ഈ നൽകുന്ന വിവരങ്ങൾ ഉൾപ്പെടെ ഇന്ന് ED പരിശോധിക്കും. അതിനുശേഷമായിരിക്കും തുടർ നീക്കങ്ങളിലേക്ക് ഉൾപ്പെടെ പോവുക. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ സ്ഥാപനമായ എക്സാലോജിക്കിന് CMRL, കരിമണൽ ഖനന കമ്പനിയായ CMRL 1,72,00,000 രൂപ നൽകിയെന്നുള്ളതാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നത്. പക്ഷേ ചെയ്യാത്ത സേവനത്തിനാണ് ഇത്രയും വലിയൊരു തുക നൽകിയതെന്നായിരുന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് SFI ഉൾപ്പെടെ ഈ കേസുമായി മുന്നോട്ട് പോയൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ECIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഒരു തുടർ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലടക്കമുള്ള നിലയിലേക്ക് ED എത്തിയിരിക്കുന്നത്. ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന രേഖകൾ ഉദ്യോഗസ്ഥർ EDയിൽ ഹാജരാക്കും. അത് വളരെ വിശദമായി പരിശോധിച്ചതിനു ശേഷമായിരിക്കും മറ്റ് തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. എക്സാലോജിക്ക് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു ഉദ്യോഗസ്ഥന് ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ ED നോട്ടീസ് നൽകിയേക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഗോപി, ശരി. വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത്. വീണയുടെ കമ്പനി എക്സാലോജിക്കും CMRLും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് കേന്ദ്രീകരിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുന്നത്. അത് കൂടുതൽ ശക്തമാക്കാൻ പോകുന്നു എന്ന വിവരമാണ് വിനീത നൽകുന്നത് കൊച്ചിയിൽ നിന്ന്.